സർ, കഴിഞ്ഞ ദിവസം എക്കണോമിക് ടൈംസിൽ ഒരു വാർത്ത വന്നിരുന്നു. കശ്മീരിൽ ഒരു അജ്ഞാത വിമാനം അല്ലെങ്കിൽ ഡ്രോൺ പോലെയൊന്ന് കണ്ടു എന്ന്. പ്രദേശവാസികളൊക്കെ വല്ലാതെ ഭയന്നിരുന്നു. പാകിസ്ഥാനിൽ നിന്ന് വന്ന ഡ്രോൺ ആണോ? അതിനി പൊട്ടുമോ? അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു സംഘർഷം ഉണ്ടാവുമോ എന്നൊക്കെ ഓർത്ത്. ശരിക്കും അസീം മുനീർ ഇന്ത്യക്കെതിരായി പാകിസ്ഥാനിൽ ഒരു യുദ്ധത്തിന് അല്ലെങ്കിൽ ഒരു സംഘർഷത്തിന് മറ്റേതെങ്കിലും രീതിയിൽ ഇന്ത്യയുടെ അതിർത്തികളിൽ എവിടെയെങ്കിലും ഒരു അട്ടിമറി നടത്താൻ ഒരു പദ്ധതി തയ്യാറാക്കുന്നുണ്ടോ? ആ തീർച്ചയായിട്ടും. ഇപ്പം എക്കണോമിക് ടൈംസിൽ വന്ന വാർത്ത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു 30 മിനിറ്റ് നമ്മുടെ കാശ്മീരിന്റെ അല്ലെങ്കിൽ ആകാശത്ത് യുദ്ധവിമാനമാണോ അല്ലെങ്കിൽ ഡ്രോൺ ആണോ എന്ന് ജനങ്ങൾക്ക് വ്യക്തതയില്ല. അത്തരത്തിൽ പറന്നെന്നും അത് വലിയ പാനിക്കായിട്ട് ജനങ്ങൾ വളരെ ഭയത്തോടു കൂടി അല്ലെങ്കിൽ പ്രതികരിച്ചെന്നും അതിനുശേഷം വന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ഇത് ആരുടെയാണെന്ന് ഇന്ത്യ ഗവൺമെന്റ് വ്യക്തമാക്കിയിട്ടില്ല. പാകിസ്ഥാന്റെ ആണെന്ന് പാകിസ്ഥാനും ഏറ്റെടുത്തിട്ടില്ല. ഏതായാലും മിലിറ്ററിയുടെ വിമാനമായിരുന്നു അത്. ഡ്രോൺ ആണോ യുദ്ധവിമാനമാണോ എന്ന് അറിയത്തില്ല. 30 മിനിറ്റ് ആകാശപാതയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ യുദ്ധ സമാനമായ സാഹചര്യം എപ്പോഴും ഉരുത്തിരിഞ്ഞ് നിൽക്കുന്നതും സിന്ധുവിന് ശേഷം ഭയത്തോടു കൂടി നിൽക്കുന്നതുമായിട്ട് ജനം വളരെ പാനിക്കായി പോയി. ഇത് വലിയൊരു വാർത്തയായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും ഇത് വാർത്തയാക്കിയിട്ടില്ല. അതിന് കാരണം എനിക്കറിയാം. അതുപോലെ തന്നെ എക്കണോമിക് ടൈംസ് വേറെ കാര്യം പറയുന്നത് ചിക്കൻ നെക്ക് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു നീക്കം ബംഗ്ലാദേശുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അപ്പൊ ഈ വാർത്തകൾ രണ്ടും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ രഹസ്യാന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പറഞ്ഞത് 15ഓളം സൈനിക അല്ലെങ്കിൽ ഭീകരവാദ കേന്ദ്രങ്ങൾ വീണ്ടും പുനർജീവിപ്പിക്കുന്നു. അതിന് വലിയ ഏറ്റവും ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നു. അതിനുവേണ്ടി 100 കോടി രൂപ പാകിസ്ഥാൻ കൊടുത്തിരിക്കുന്നു. ഇത് പ്രധാനമായിട്ട് POK ലക്ഷ്യമാക്കിയാണ് നിൽക്കുന്നത്. കാരണം POK ലക്ഷ്യമാക്കുന്നത് പറഞ്ഞാൽ നാളെ അറ്റാക്ക് ഉണ്ടായാൽ പാകിസ്ഥാൻ ആ വിഷയം ഏറ്റെടുക്കേണ്ടതായിട്ട് വരത്തില്ല. POK ഞങ്ങളുടെ കയ്യിലല്ല, സ്വതന്ത്രമാണല്ലോ എന്ന് പറയാം. അല്ലെങ്കിൽ പ്രശ്നബാധിത പ്രദേശമാണോ, തർക്ക പ്രദേശമാണെന്നൊക്കെ പറയാം. അപ്പൊ അവൾ വളരെ കൃത്യമായിട്ട് നീങ്ങുന്നു എന്നുള്ളതാണ്. അതിന്റെ കൂടെ കൂട്ടി വായിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മുനീർ വീണ്ടും അമേരിക്കയിൽ പോകും. അപ്പൊ മുനീർ വീണ്ടും അമേരിക്കയിൽ പോകുന്നതിനകത്തൊരു തയ്യാറെടുപ്പുണ്ട്. രണ്ട് തയ്യാറെടുപ്പുണ്ട്. ഒന്ന്, അമേരിക്കയും ഇന്ത്യയുമായിട്ടുള്ള ഇപ്പോഴത്തെ താരിഫ് വിഷയവും തന്നെ ഇന്ത്യക്കകത്ത് അമേരിക്കയ്ക്ക് കടന്നു കയറാൻ പറ്റാത്തതും, ഇന്ത്യ ചില കാര്യങ്ങൾ നമ്മുടെ താല്പര്യത്തിനപ്പുറം അമേരിക്കയുടെ താല്പര്യം അംഗീകരിച്ചു കൊടുക്കാത്തത് ഒരു കാര്യമുണ്ട്. ഇന്ത്യയുടെ എക്കണോമിക്കൽ ഗ്രോത്ത് അല്ലെങ്കിൽ വെല്ലുവിളിക്കാൻ കരുത്താകുന്നതിന് കാരണം നമ്മുടെ വളർച്ചയാണല്ലോ. അപ്പൊ അതിന് തടസ്സം നിൽക്കുന്നതിന് പാകിസ്ഥാനെ ഉപയോഗിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഉപയോഗിച്ചതിന്റെ ഭാഗമായിട്ട് വളരെ കാലമായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതിന് തെളിവുകൾ നമ്മൾ കഴിഞ്ഞ ദിവസം പട്ടാളത്തിന്റെ ഭാഗമായിട്ട് കൊടുത്തല്ലോ. 54 തൊട്ട് 71 വരെ 2 ബില്യൺ ഡോളറിന്റെ ആയുധം കൊടുത്തിരുന്നു. കഴിഞ്ഞ ദിവസം സിന്ദൂർ ഓപ്പറേഷനകത്ത് തകർന്ന വ്യോമത്താവളം അമേരിക്കയുടേതായിരുന്നു ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അല്ലെങ്കിൽ കരിക്കൻ ഹിൽസ് ആക്രമിച്ചപ്പോൾ അല്ലെങ്കിൽ അവിടുത്തെ ആയുധങ്ങൾ അവരുടേതാണെന്ന് റിപ്പോർട്ട് ചെയ്തു. അപ്പൊ ഇത് വെളിയിൽ വന്ന സ്ഥിതിക്ക് ഇപ്പൊ പരസ്യമായിട്ടുള്ള ഒരു പിന്തുണയായിട്ട് ഇതുവരെ രഹസ്യമായിട്ട് വെച്ചിരുന്നു അന്ന് വിചാരിച്ച അല്ലെങ്കിൽ അങ്ങനെ നീങ്ങിക്കൊണ്ടിരുന്നത് അറിയാമെങ്കിലും നമ്മൾ പറയാതിരുന്നത് ഇപ്പൊ പരസ്യമായിട്ട് പാകിസ്ഥാന് പിന്തുണ കൊടുക്കുന്ന ചൈന പോലും മാറിയപ്പോൾ അമേരിക്കകത്ത് മാറും. അപ്പൊ പാകിസ്ഥാന് വീണ്ടും അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ബലം വരുന്നു. ഞങ്ങളുടെ കൂടെ അമേരിക്ക ഉണ്ടാവും, നാളെ കാലത്ത് ഒരു പ്രശ്നം ഉണ്ടായി. മാത്രമല്ല അമേരിക്കയ്ക്കും ആവശ്യമാണ് ഇന്ത്യക്കകത്തൊരു സംഘർഷം. ഈ പറയുന്നത് പോലെ പാകിസ്ഥാനും ആവശ്യമാണ് ബംഗ്ലാദേശിനെ കൂട്ടുപിടിക്കുന്നുണ്ട്. അപ്പൊ അതാണ് എക്കണോമിക് ടൈംസ് ചിക്കൻ നെക്കിന്റെ കാര്യം പറഞ്ഞത്. അവിടെ ആ വിഷയം നമ്മൾ നേരത്തെ കണ്ട് അവിടെ നമ്മൾ ആ ഏരിയ ഒക്കെ സേഫ് ആക്കിയിട്ടും അല്ലെങ്കിൽ സൈന്യ വിന്യാസമൊക്കെ നടത്തും, സൈനിക അഭ്യാസമൊക്കെ നേരത്തെ നടത്തിയതൊക്കെയാണ് അവിടെ നമ്മൾ നോക്കുന്നുണ്ട്. ഇപ്പൊ കാശ്മീരിൽ ഈ പറഞ്ഞ ഏറ്റവും കൂടുതൽ വിമാനം പറന്ന് പറഞ്ഞ കാര്യത്തിന് എന്താ പറയുക, കാശ്മീരിൽ സൈന്യ വിന്യാസം വളരെ കൂടുതലാണ്. കോബ്ര അല്ലെങ്കിൽ പട്ടാളത്തിന്റെ കോബ്ര വിഭാഗം അല്ലെങ്കിൽ ഗറില്ല വിഭാഗത്തിനെയൊക്കെ വനത്തിനകത്ത് വളരെ വലിയ രീതിയിൽ സജ്ജീകരിച്ചിട്ട് അപ്പൊ എന്തോ ഒന്ന് സംഭവിക്കുന്നു എന്നുള്ളതിന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കം നടക്കുന്നു എന്നുള്ളതിന് തെളിവാണ്. നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിനകത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പറയുന്ന പോലെ ഭീകരന്മാരെ ഉരുത്തിരിയുന്നു. നേരത്തെ ഉള്ളതുപോലെ അവർ കൂടി നിൽക്കുന്നില്ല, ജനങ്ങളുടെ ഇടയ്ക്ക് നിൽക്കുന്നു. അവരും വലിയ തയ്യാറെടുപ്പിലാണ്. ഇന്ത്യയുടെ അറ്റാക്കിനെ അവർ ഭയക്കുന്നുണ്ട്. ഏറ്റവും അവരുടെ ഗ്രൂപ്പുകൾ 15ഓളം വരുന്ന പുതിയ ആദ്യം പറഞ്ഞതുപോലെയുള്ള ഭീകരവാദ കേന്ദ്രങ്ങളുണ്ട്. അവര് ഈ പറയുന്നത് പഴയതുപോലെ ഒന്നിച്ചു നിൽക്കുന്നില്ല. 2 ഡസൻ ഏതാണ്ട് 24 പേരെ ഒരു കേന്ദ്രത്തിലുള്ളൂ. എന്നിട്ട് അവര് കുട്ടികളെയും കുഞ്ഞുങ്ങളെയും ഈ പറയുന്ന ഗാസയിൽ ഉപയോഗിക്കുന്ന പോലെ അല്ലെങ്കിൽ ഹമാസിന്റെ കൂട്ട് ഉള്ള പരിചയമായിട്ട് ഉപയോഗിക്കുന്നു. അപ്പം ഈ രീതിയിലേക്ക് ഉള്ള ഒരു നീക്കം, കാരണം അവിടെ ഒരു അറ്റാക്ക് നടത്തിയാൽ മാത്രമേ ഈ പറയുന്ന മുനീറിന് വീണ്ടും അധികാരത്തിൽ വരുന്നതിന് ശേഷം സാധിക്കത്തുള്ളൂ. അപ്പം അത്തരത്തിലുള്ള ഒരു അറ്റാക്കിന് തയ്യാറെടുക്കുന്നു, അതിനുവേണ്ടി കോപ്പ് കൂട്ടുന്നു. അത് ഏറ്റവും കൂടുതൽ അറ്റാക്ക് നടത്താൻ സാധ്യതയുള്ള ഒന്ന് ചിക്കൻ നെക്കിലാണ്, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ കാശ്മീരിലാണ്. മുനീറിന് അത്തരത്തിലൊരു അറ്റാക്ക് നടത്തിയാലേ സിന്ധുവിനകത്ത് അദ്ദേഹത്തിന്റെ ആ ഇമേജ്, കോട്ടം തട്ടിയ ഇമേജ്, ഏതൊരു രാജ്യത്തിനകത്തും യുദ്ധത്തിന് ആ രാജ്യത്തിന് ജയിപ്പിക്കാൻ വേണ്ടി നേതൃത്വം കൊടുക്കുന്ന ആ ഭരണാധികാരികളോട് എല്ലാം മറന്ന് കൂടെ നിൽക്കുന്ന ഒരു ജനത്തിന്റെ സ്വഭാവമുണ്ട്.
ഇത്തരത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കി അവിടെ വീണ്ടും വീര്യപരിവേഷത്തിൽ വന്ന് ഭരണം പിടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് മുനീർ നടത്തുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരു ആലോചനയും കൂടി ആയിരിക്കാം മുനീറിന്റെ രണ്ടാമത്തെ അമേരിക്കൻ പോക്ക്. ഇപ്പം ഇത്തരത്തിൽ നമുക്ക് ഒരു അറ്റാക്ക് ഉണ്ടാകും, അത് പാകിസ്ഥാന്റെ ആഭ്യന്തര വിഷയമാണ്, അല്ലെങ്കിൽ പാകിസ്ഥാന്റെ നിലനിൽപ്പിന്റെ വിഷയമാണ്, ഏറ്റവും അവസാനമായിട്ടുള്ള മുനീറിന്റെ ആഭ്യന്തര വിഷയമാണ്. അപ്പം ഈ വിമാനം കണ്ടത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് പാകിസ്ഥാന്റെ വിമാനം ആകാനുള്ള സാധ്യത ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. അത്തരത്തിൽ കടന്നു കയറി ആക്രമിച്ചിട്ട് അങ്ങ് വെളിയിൽ പോകുന്ന ഒരു അവസ്ഥയൊന്നുമില്ല. അത് ആ കയറുന്ന അന്നേരം തന്നെ വെടിവെച്ചിടും. കാരണം അത് നമുക്കറിയാമല്ലോ, നമ്മുടെ സംവിധാനവും അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനത്തിന്റെ ഒക്കെ. അപ്പം ഒരുപക്ഷെ ജനങ്ങളെ ഒന്ന് തയ്യാറെടുപ്പിക്കാൻ ഒരു സാഹചര്യം വന്നാൽ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് നോക്കാൻ വേണ്ടി ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വന്ന വിമാനമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് അതിനകത്തും വ്യക്തതയില്ല. ഏതായാലും ആരും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഏതായാലും വലിയൊരു നീക്കം, വലിയൊരു തയ്യാറെടുപ്പ് ഇന്ത്യ എടുക്കുന്നുണ്ട്. അതാണ് കഴിഞ്ഞ ദിവസം വിമാനത്താവളങ്ങളൊക്കെ ജാഗ്രതാ നിർദ്ദേശമൊക്കെ കൊടുത്തത്. എല്ലാ രീതിയിലും സൈനിക വിന്യാസമൊക്കെ നടത്തുന്നത്. കൂടിയാലോചനകൾ പ്രധാനമന്ത്രി ഈ പറയുന്ന പോലെ രാഷ്ട്രപതിയും ഒക്കെ നടത്തുന്നത് അതിനു വേണ്ടി ആയിരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം അതിനു വേണ്ടി ആയിരിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. രാജ്നാഥ് സിംഗ് ഡിഫൻസിന്റെ ഒരു പ്രത്യേക മീറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. എസ് ജയശങ്കർ ഈ പറയുന്നത് പോലെ നമ്മുടെ രാഷ്ട്രപതിയെ കണ്ടു, അതുപോലെ തന്നെ അമിത്ഷാ കണ്ടു. അപ്പൊ അതിനകത്ത് എന്തോ ഒരു നീക്കമുണ്ട് കാശ്മീർ ബന്ധപ്പെട്ട്. എന്താണെന്ന് നമുക്കറിയത്തില്ല. ഏതായാലും ഒരു 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 വല്ലാത്ത ഒരു അന്തരീക്ഷം, അല്ലെങ്കിൽ ഒരു മോശമായ അന്തരീക്ഷം പാക് ഇന്ത്യയുടെ അതിർത്തിയിൽ ഉരുണ്ടുകൂടുന്നു എന്ന് വേണം കരുതാൻ. ഇത്തരത്തിൽ പാകിസ്ഥാൻ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നു എന്ന് പറയുമ്പോഴും ഇന്ത്യ എത്രത്തോളം സജ്ജമാണ് ഒരു യുദ്ധത്തിന് എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം, പ്രശാന്ത് സാർ. ഇന്ത്യ തിരിച്ചടിക്കും എന്ന കാര്യം നമുക്കറിയാം. ഇന്ത്യ അത് ഓപ്പറേഷൻ സിന്ദൂർ വഴി ലോകത്തിന് മുന്നിൽ തെളിയിച്ചതുമാണ്. അങ്ങനെയാണെങ്കിൽ ഏത് രീതിയിലായിരിക്കും ഇന്ത്യയുടെ ഒരു തിരിച്ചടി ഉണ്ടാകാൻ സാധ്യത? തിരിച്ചടിക്കുമോ എന്ന് ചോദിച്ചാൽ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്ന് പ്രധാനമന്ത്രി പറഞ്ഞല്ലോ. പ്രധാനമന്ത്രി ഈ പറഞ്ഞതുപോലെ ഈ യുദ്ധത്തിന് ശേഷം, വെടിനിർത്തലിന് ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് തെളിവുകൾ നിരത്തി നേരത്തെ നമ്മുടെ സൈനിക മേധാവികൾ പറഞ്ഞതിനപ്പുറം പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല, സിന്ദൂർ അവസാനിപ്പിച്ചെന്ന് വിചാരിക്കേണ്ട. ഇനി ഒരു അറ്റാക്ക് ഉണ്ടായാലും ഒരു പറച്ചിൽ പോലും ഉണ്ടാതെ കയറി അടിച്ചിരിക്കും. അതായത് പണ്ടാരമടക്കും, അതിന് സംശയമൊന്നുമില്ല. തീർത്ത് കളയും പാകിസ്ഥാനെ. 4 ദിവസം കൊണ്ട് പാകിസ്ഥാന് ഉണ്ടാക്കിയ ആഘാതം തിരിച്ച് പാകിസ്ഥാനിലെ പഴയ അവസ്ഥയിൽ ഈ സൈനിക താവളങ്ങളും വിമാനത്താവളങ്ങളും റൺവേകളും ഒക്കെ ഫിറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോഴും ലോകമാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ മാസവും കഴിയുമ്പോൾ വീണ്ടും അടച്ചിരിക്കുന്നു 10 കൊല്ലം 15 കൊല്ലം എടുക്കും. അപ്പം നമ്മുടെ ഇനിയൊരു അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ആ രാജ്യം ഉണ്ടാകാത്ത രീതിയിലുള്ള അറ്റാക്ക് തന്നെ ആയിരിക്കും നടത്തുന്നത്, തിരിച്ചടി. അതുകൊണ്ട് വളരെ കരുതലോടുകൂടിയാണ് നിൽക്കുന്നത്. നമ്മൾ പറയുമ്പം നമ്മൾ നീങ്ങുന്നത് ഭയങ്കര കരുതലോടുകൂടിയാണ്. നമ്മള് നീക്കങ്ങൾ, അതായത് നയതന്ത്ര രീതിയിൽ നമ്മള് യുദ്ധത്തിന് മുമ്പ് നമ്മുടെ ഒരു നയതന്ത്രം ഉണ്ടായി. സിന്ധു നദീജല കരാർ പാകിസ്ഥാൻ വിചാരിച്ച് ഇത് കഴിയുമ്പം അത് പുനഃസ്ഥാപിക്കും, അല്ലെങ്കിൽ അതിന്റെ ഒരു വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് അറിയത്തില്ല. 100 അണുബോംബ് ഇടുന്നതിന് ആയിരുന്നു. അതായത് അവിടുത്തെ നമുക്കറിയാം 40 ഗ്രാമങ്ങൾ, ഇപ്പം കഴിഞ്ഞ ദിവസം പല മാധ്യമങ്ങളും ചർച്ച, 40 ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിൽ കടല് കയറി. ഏതാണ്ട് 12 ലക്ഷത്തോളം ആൾക്കാർ കറാച്ചിയിലേക്ക് പലായനം ചെയ്തു. ഇനിയും ഒരുപക്ഷെ നമ്മൾ നാളെ കാലത്തെ വെള്ളം തുറന്നു വിട്ടാൽ പോലും ആ പ്രദേശം ഒന്നും കൃഷിയോഗ്യമാകത്തില്ല. കാരണം വെള്ളം നദി അല്ലെങ്കിൽ സമുദ്രത്തിലേക്ക് ചെന്ന് കയറുന്നുണ്ടല്ലോ നദിയുടെ, അതങ്ങ് നിന്നുപോയി. അപ്പൊ സമുദ്രം ഇങ്ങ് അകത്തോട്ട് കയറി. ആ പ്രദേശം മൊത്തവും ഈ മണൽപ്പാടം പോലെ ആയിപ്പോയി. കാരണം വെള്ളം തുറന്നു വിട്ടാൽ പോലും, അതായത് ആ പ്രദേശം ഇനി ശരിയാകത്തില്ല. അത് ഒരു രാജ്യത്തെ മരുഭൂമിയാക്കി കളഞ്ഞു നമ്മുടെ തീരുമാനം കൊണ്ട്. അപ്പം തിരിച്ചടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പാകിസ്ഥാൻ സ്വപ്നം കാണാൻ വയ്യാതെ തിരിച്ചടിയായിരിക്കും. അതൊന്നും ആലോചിക്കാതെ ഒരുപക്ഷെ ഈ പറയുന്ന പാകിസ്ഥാന്റെ ഒരു നിലനിൽപ്പിന് വേണ്ടി ആരുടെയും ഒക്കെ താല്പര്യത്തിന് വേണ്ടി ഈ പറയുന്ന ഒരു കോളനിയായിട്ട് മാറുവാണല്ലോ. ഇപ്പൊ അമേരിക്കയുടെ താല്പര്യത്തിൽ നിന്ന് കൊടുക്കുന്നു, കാശ് കിട്ടുന്നുണ്ട്, ഏതവന്റെയും താല്പര്യത്തിൽ നിന്ന് കൊടുക്കുന്നു, യുദ്ധം ചെയ്ത് 10 പൈസ കിട്ടിയാൽ അത് എടുത്തു ഭക്ഷണം മേടിക്കാവുന്ന മാർഗത്തിലേക്ക് വന്നു. അപ്പൊ ഒരു നാളെ കാലത്ത് രക്ഷപ്പെടണം എന്നുള്ള രീതിയിലേക്കുള്ള രാജ്യമല്ല. അപ്പൊ എങ്ങനെ തിരിച്ചടിക്കുമെന്ന് ചോദിച്ചാൽ എങ്ങനെയും അടിക്കും. നമുക്ക് നമ്മുടെ രാജ്യത്ത് ഒരു 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 ഏറുപടക്കം വീഴാൻ സമ്മതിക്കാത്ത രീതിയിലേക്കുള്ള സംരക്ഷണവും സുരക്ഷയും പ്രതിരോധ സംവിധാനവും മറ്റും മറിച്ചതും ഒക്കെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. നമ്മൾ വരുന്നതിന് ശേഷം നിൽക്കുകയല്ലേ, നമുക്കറിയാൻ വരുമെന്ന്, നമ്മൾക്കറിയാൻ ഇവരെ കൊണ്ടുവരുമെന്ന്, അതിന്റെ പുറകിൽ വളരെ കൂടുതൽ ആൾക്കാരുണ്ടെന്ന്, അല്ലെങ്കിൽ നമ്മളൊക്കെ അകത്തൊരു യുദ്ധം ഉണ്ടാക്കുന്നതിന് ഒരു രാജ്യത്തെ നിയോഗിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ കാശ് കൊടുത്താൽ അഴിക്കാൻ വരുന്ന കൂലിത്തല്ലുകാരന്റെ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്നറിയാം. അതിന് പലവട്ടം ഉപയോഗിക്കും, പാകിസ്ഥാനിന് നിന്നുകൊടുക്കുകയും ചെയ്യും. കാരണം ഒരു യുദ്ധം ഉണ്ടായാൽ നിലനിൽപ്പിന് വേണ്ടി, അല്ലെങ്കിൽ ഈ പറയുന്ന പെണ്ണുങ്ങളുടെയും കുഞ്ഞുങ്ങളുടെയും ഫോട്ടോ എടുത്ത് ഹമാസ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾക്കുള്ള തീർക്കുന്നതിന് വേണ്ടി നിൽക്കുന്ന രാജ്യങ്ങൾക്ക് ഈ ഒരു യുദ്ധം കണ്ടിന്യൂ ചെയ്ത് പോകുന്നതിന് ആ രീതിയിലുള്ള സഹായം കിട്ടുന്ന രീതിയിലൊക്കെ പാകിസ്ഥാൻ അറിയാം. പാകിസ്ഥാൻ യുദ്ധം ചെയ്യാൻ നിൽക്കുക. അങ്ങനെ തുടങ്ങിയതാണ് മറ്റേത്.
ഒരാക്രമണം നടത്തിയതിനു ശേഷം തിരിച്ചടി വന്നപ്പോഴും അടിക്കല്ലേ അടിക്കല്ലേ എന്ന് പറഞ്ഞപ്പോൾ അടിച്ചോളാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറയാം, അടിക്കട്ടെ, അടിച്ചാൽ എന്ത് നാളെ ഒന്നും തീരത്തില്ലല്ലോ. യുക്രൈൻ തീരുമെന്ന് വിചാരിച്ചില്ല, 4 ദിവസം കൊണ്ട് തീരുമെന്ന് ഇവരാരും വിചാരിച്ചില്ല. അപ്പൊ ഇനി ആ രീതിയിലേക്കുള്ള ഒരു നീക്കം നടത്തും. അതുകൊണ്ട് തിരിച്ചടി എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ പാകിസ്ഥാൻ തീരുന്ന തിരിച്ചടി ആയിരിക്കും എന്ന് വേണം നമ്മുടെ പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യെസ്. എന്തായാലും ഇത്തരത്തിൽ ഒരു പദ്ധതി തയ്യാറാക്കാൻ അസീം മുനീർ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം ഇന്ത്യയിൽ വർക്കൗട്ട് ആവും എന്നതൊക്കെ വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടതാണ്. ലോകത്ത് വലിയൊരു ശക്തിയായി ഇന്ത്യ വളരുന്നു. പക്ഷേ അതേസമയം ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ തങ്ങളുടെ കരുത്ത് തെളിയിക്കുക എന്നുള്ളത് പാകിസ്ഥാന്റെ നിലനിൽപ്പിന്റെ കൂടി പ്രശ്നമാണെന്ന് വേണം കരുതാൻ. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ.